10 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ആയിട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ ചോദിച്ചാൽ അങ്ങാടിപ്പുറം നമ്മളെ നാസ്റ്റക് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ തൊട്ട് പരിധിയിൽ അല്ലേ, 1 കിലോമീറ്റർ പരിധിയിൽ. ഇവിടെ ഏതായാലും ഞങ്ങൾ ചെയ്തിട്ട് ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ശരാശരി 50 യൂണിറ്റിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പാനല് ആയിരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നേ ടോപ്പ് കോൺ, എൻ ടൈപ്പ് ടോപ്പ് കോണിൻ്റെ പാനലാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആംബിയറും എഫിഷ്യൻസിയും കൂടും. ഏറ്റവും ലേറ്റസ്റ്റ് ഇത് ഏതായാലും നല്ല ഹൈറ്റ് നമ്മൾ ഓടിൻ്റെ മോൾ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിനോടൊപ്പം ഇവിടെ നിലവിലുണ്ടായത് ഒരു വാട്ടർ ഹീറ്ററും കൂടി ഈ സ്ട്രക്ചറുമ്പോൾ നമ്മളാണ് കയറ്റിയത് അല്ലേ? തീർച്ചയായും. കാരണം ഇതിന്റെ താഴത്തായിരുന്നു കുറഞ്ഞ ഭാഗം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നത്. ഇതേ സ്ഥലത്ത് പാനൽ വന്നപ്പോൾ അതിലേക്ക് സൂര്യപ്രകാശം തട്ടാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ നേരെ പാനലിന്മേൽ തന്നെ സ്ട്രെച്ചർ ഉണ്ടാക്കിയിട്ട് അതിന്റെ നേരെ അപ്പുറത്തേക്ക് മാറ്റി. നേരെ വന്നിട്ട് അവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഒരു നടപ്പാതെയും നമ്മൾ വന്നപ്പോൾ ഒരു 5-6 AC അവിടെ ഓണാ. അതാണ് വീടിന്റെ അകം എപ്പോഴും നല്ല കൂളിംഗ് ആയിട്ട്. ഓക്കെ, നമുക്ക് ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യണേ ഇങ്ങനെ ചെയ്യാട്ടോ. എയർ പാസിംഗ് നമ്മൾ ചെയ്തതല്ല, ഫാബ്രിക് ഡിസൈൻ ചെയ്താണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഇതിനി ഒരു ചെറിയ സാധനം കൂടി ഇതിൽ വെക്കുന്നുണ്ട്, പൊങ്ങി നിൽക്കുന്ന സംഭവം. എന്തെങ്കിലും പറയാം, ആക്സിലേറ്ററോ എന്തെങ്കിലും പറയാം, അതിന് ഹൈഡ്രോളിക് സാധനം അല്ലേ. ഓക്കെ, ഇത് എന്തായാലും 10 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് ആണ്. 13,000 വാട്ട് വരെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. AC ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ DC ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ എനർജി മീറ്റർ നമ്മൾ ആ ഭാഗത്ത്, അതെ, എനർജി മീറ്റർ ഒക്കെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്തു അല്ലേ. അത് ഒരുപാട് നേരം തിരിക്കേണ്ടി വരും. ഇനിയിപ്പോ തിരിക്കാൻ നിൽക്കണ്ട. മതി. ഓക്കെ.